ദൈവമേ, നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് അനുഭവിക്കുന്ന കൃപ അത് ദൈവത്തിന് നമ്മോട് തോന്നിയ ദയയാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന സമാധാനം, നാം അനുഭവിക്കുന്ന സന്തോഷം, ഇതെല്ലാം ദാനമാണ്. നമ്മുടെ നീതി കൊണ്ട് നമുക്ക് ലഭിച്ചതല്ല, ദൈവത്തിൻ്റെ ദയയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മിൽ വെളിപ്പെട്ട നീതി അത് ദൈവനീതിയാണ്. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടതിലൂടെയാണ് ദൈവം നമ്മെ നീതീകരിച്ചത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് അരുളി ചെയ്ത ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും നീതീകരിച്ചിരിക്കുകയാണ്. അതെ, അത് ദൈവത്തിൻ്റെ കൃപയാണ്. അത് ദൈവത്തിന് നമ്മോട് തോന്നിയ ദയയാണ്. നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണം. ദൈവത്തിൻ്റെ ദയയുടെ പ്രത്യേകത, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദയ നിരന്തരമാണ്. ദൈവത്തിൻ്റെ ദയ നമ്മെ വിട്ടുമാറുകയില്ല. അതുകൊണ്ട് ഇന്ന് പകൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണം. അവിടുത്തെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു തരണം. പ്രിയപ്പെട്ടവരെ, കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മുടെ ദൈവം കരുണ നിറഞ്ഞവനാണ്, കരുണാസമ്പന്നനാണ്. ദൈവത്തിന് നമ്മോട് തോന്നിയ കരുണയാണ് നമുക്ക് ലഭിച്ച പാപമോചനം. നമ്മോട് കരുണ തോന്നിയപ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ചുമട് പുത്രൻ്റെ മേൽ ചുമത്തുവാൻ ദൈവത്തിന് ഹിതമായി. പുത്രൻ മനസ്സോടെ അത് സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നാം നിൽക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. നാം നിൽക്കുന്നത് ദയയിലാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ദയയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. അവൻ വീണ്ടും കരുണ കാണിക്കും. അവന് വീണ്ടും നമ്മോട് കരുണ തോന്നും. പ്രിയപ്പെട്ടവരെ, അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ ദൈവത്തിന് നമ്മോട് കരുണയുണ്ട്. ഇന്ന് പകലത് വെളിപ്പെടും. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലിരിക്കുന്നു. ആർക്കാണ് ഇന്ന് പകൽ ദയ വേണ്ടത്? ദൈവം തൻ്റെ ദൃഷ്ടി അവൻ്റെ മേൽ പതിപ്പിക്കാൻ പോവുകയാണ്. അവനെ അനുഗ്രഹിക്കാൻ, അവനെ സംരക്ഷിപ്പാൻ, അവന് വേണ്ടി കരുതാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. കാരണം നാം നിൽക്കുന്നത് ദയയിലാണ്. ദയയ്ക്ക് വേണ്ടി പ്രത്യാശിക്കുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണം. അങ്ങയുടെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണം. വചനത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.